ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ഡ്രാമ തന്നെ കണ്ടാലോ. ഈ ഒരു മൂവിയുടെ ഒന്നോ രണ്ടോ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ അവിടെ ഒരു യുവാവിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ യാദൃശികമായി അബദ്ധത്തിൽ മറ്റൊരാളുമായി ഒരു രാത്രി ചിലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അയാള് വേറെ ആരുമായിരുന്നില്ല, ഹീറോയിൻ സ്നേഹിച്ചിരുന്ന അതേ പയ്യന്റെ അച്ഛനായിരുന്നു. ബോയ് ഫ്രണ്ടും അവന്റെ അച്ഛനും ഒരുപോലെ ഹീറോയിനെ സ്നേഹിക്കുകയും തുടർന്ന് അവൾ ആരെ ചൂസ് ചെയ്തുവെന്നും അവളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളതൊക്കെയാണ് നമ്മുടെ സ്റ്റോറി. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കാതെ എക്സ്പ്ലനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നെന്നും കൂടെ പറയുക. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. അവന്റെ പേര് സിയാങ് എന്നാണ്. അവനാവട്ടെ ഒരു മാഫിയ ലീഡറാണ്. ക്ലബിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നെ ആ പെൺകുട്ടി അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നീ ആരാണെന്ന് ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവളാവട്ടെ അവന്റെ ദേഹത്തേക്ക് ചെന്ന് വീഴുന്നുണ്ട്. അവനാവട്ടെ അവളെ വീഴാതെ താങ്ങി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹീറോയിൻ. അവളാവട്ടെ ഇതുവരെ കോളേജ് പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 22 വയസ്സായിട്ടേ ഉള്ളൂ. അവളുടെ ഫ്രണ്ട്സൊക്കെ അവളെ കൂട്ടിക്കൊണ്ട് ക്ലബിലേക്ക് വന്നിരിക്കുകയായിരുന്നു. എന്നാൽ അവിടെ വെച്ച് ആരോ അവൾക്ക് ഡ്രഗ് നൽകിയിരുന്നു. തന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്ന് അവളെ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഹീറോ അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ തന്നെ അവളെ മിഴിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ ആ സമയം കൊണ്ട് തന്നെ അവൾ അവിടെ അവനെ കയറി കിസ് ചെയ്യുന്നുണ്ട്. പാവം ഹീറോ എന്തായാലും അവളെ ഹെൽപ്പ് ചെയ്യണമല്ലോ, അതുകൊണ്ട് തന്നെ ഹീറോയും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിൻ കണ്ണുകൾ തുറന്ന് തൊട്ടടുത്ത് കിടക്കുന്ന ഹീറോയെ കണ്ടപ്പോൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ അവൾ ഓർത്തെടുത്തത്. അയ്യോ, ഇങ്ങനൊരു തെറ്റ് താൻ തന്നെയാണല്ലോ ചെയ്തത്. ഇയാൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ താൻ എന്ത് സമാധാനമാണ് പറയാൻ പോകുന്നത്? ഇതാരാണെന്ന് പോലും തനിക്കറിയത്തില്ല. അയാളെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് വിചാരിച്ച് അവൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം ഇതേ സമയം അവൾ ഓർക്കുന്നുണ്ട്. കുറെ വർഷങ്ങളായി അവൻ തന്നെ ലവ് ചെയ്യുകയാണ്. ഈ വിഷയം എങ്ങനെ അവനോട് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ഓർത്തിട്ട് അവൾക്ക് വല്ലാതെ പതർച്ച അനുഭവപ്പെട്ടു. ഇപ്പോഴാണ് ഹീറോയിന്റെ ബോയ് ഫ്രണ്ടിനെ കാണിക്കുന്നത്. അവന്റെ പേര് ആജിങ് എന്നാണ്. അവനോടൊപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഹീറോയിനെ അത്ര സീരിയസ് ആയിട്ടൊന്നും അല്ലല്ലോ പ്രണയിക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് അവളെ ബ്രേക്കപ്പ് ചെയ്തിട്ട് എന്നെ പ്രണയിച്ചൂടാ, നമ്മൾക്ക് ഇരുവർക്കും വിവാഹം കഴിച്ചുകൂടാന്ന് ചോദിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി വേറെ ആരുമല്ല, ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ചാർമിങ് ആണ്. നീ എന്താണ് മറുപടി ഒന്നും പറയരുത്, അവളെ ബ്രേക്കപ്പ് ചെയ്തിട്ട് എന്നെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി അവനെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ യുവാവട്ടെ വളരെയധികം ദേഷ്യത്തോടെ അവളുടെ കൈ തട്ടി മാറ്റുന്നുണ്ട്. വെറുമൊരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോടൊപ്പം ചുറ്റി നടന്നിരുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. ഞാൻ അവളെ ട്രൂ ആയിട്ട് തന്നെയാണ് ലവ് ചെയ്യുന്നതെന്ന് അവൻ വളരെയധികം ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോയിനാവട്ടെ ലോബിയിലേക്ക് എത്തുന്നുണ്ട്. ഈ കാഴ്ച കണ്ട് ആ യുവാവട്ടെ ഉടനടി തന്നെ ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പിടിച്ച് അകത്തേക്ക് തള്ളുന്നുണ്ട്, മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. ചാർമിങ്ങും ഹീറോയിൻ കാണാതെ തന്നെ ഒളിച്ചു നിൽക്കുന്നുണ്ട്. അതേസമയം ഇരുവരും പരസ്പരം ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ എന്ന്. നൈറ്റ് ഫ്രണ്ട്സിനോടൊപ്പം വന്നതാണ്, എന്നിട്ട് ഇവിടെ തന്നെ തങ്ങിയെന്ന് ഇരുവരും ഒരുപോലെ കള്ളം പറയുന്നുണ്ട്. വീട്ടിലേക്ക് പോകാനായി താനൊരു ടാക്സി വിളിക്കാമെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട, ഡ്രൈവറോട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹീറോയിൻ കാറിലേക്ക് കയറുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അവന്റെ മുഖത്ത് പോലും നോക്കാൻ വല്ലാത്ത സങ്കടം തോന്നി. കാറിലേക്ക് കയറിയപ്പോഴും അവളുടെ ഉള്ളിലാകെ കുറ്റബോധം കൊണ്ട് നിറയുന്നുണ്ട്. ഇവൻ ഇത്രത്തോളം തന്നെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അവനോട് താൻ ഇങ്ങനെയൊരു ദ്രോഹം ചെയ്തല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവൾ വല്ലാതെ ഫീൽ ചെയ്യുന്നു. ഇതേ സമയം തന്നെയായിരുന്നു ഹോട്ടലിന്റെ താഴത്തേക്ക് നമ്മുടെ ഹീറോയും വരുന്നത്. അവനോടൊപ്പം തന്നെ 10-40 പേരും ഉണ്ടായിരുന്നു. അത്രത്തോളം വലിയൊരു ഗാങ്സ്റ്റർ ആയിരുന്നു നമ്മുടെ ഹീറോ. ഈ കാണുന്ന യുവാവാണ് കെഞ്ഞി, ഹീറോയുടെ വലം കൈയാണ്. അവനറിയാതെ ഹീറോയും ഒന്നും ചെയ്യില്ല, ഹീറോ അറിയാതെ ഈ യുവാവും യാതൊന്നും ചെയ്യുകയില്ല. ഇരുവരും അത്രത്തോളം ക്ലോസ് ആണെന്ന് വേണം പറയാൻ. ഇതേ സമയം ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇന്നലെ നൈറ്റ് ഇവിടെയാണോ സ്റ്റേ ചെയ്തതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഹീറോയുടെ കഴുത്തിലുള്ള ഒരു പാട് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നവൻ തുറന്നു തന്നെ ചോദിക്കുന്നുണ്ട്. അതിന് ഹീറോ ആവട്ടെ, നീ നിന്റെ ജോലി മാത്രം നോക്കിയാൽ മതി, എന്റെ കാര്യത്തിൽ തലയിടരുതെന്ന് മുഖത്തടിച്ചതുപോലെ പറഞ്ഞിട്ട് അവിടം വിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും കെന്നി ആവട്ടെ ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്, 20 വർഷത്തിൽ മേലെയായില്ലേ നിങ്ങൾ ഈ പയ്യനെ ദത്തെടുത്തിട്ട്? അവനാണെങ്കിൽ യാതൊരുവിധ കഴിവുകളും ഇല്ല, നിങ്ങൾക്കാണെങ്കിൽ സ്വന്തമായ ഒരു സാമ്രാജ്യം തന്നെയുണ്ട്. ഈ ബിസിനസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവനെങ്ങനെ നോക്കി നടത്തുമെന്ന് എന്നെ സംശയത്തോടെ ചോദിക്കുന്നു. അതിന് ഹീറോ ആവട്ടെ, അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അവളെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യണം. അതുമാത്രമല്ല അവന്റെ പിന്നിലും ഒരു കണ്ണ് വേണം. തന്റെ ബിസിനസ്സുകൾ നേരെ ചൊവ്വേ നോക്കി നടത്താൻ അവന് പറ്റില്ല എന്നുണ്ടെങ്കിൽ തന്റെ മകനാണെങ്കിൽ പോലും തീർച്ചയായും അവനെ അത് ഏൽപ്പിക്കില്ല. അവനിത് നോക്കി നടത്താനുള്ള അർഹതയുണ്ടോന്ന് താനൊന്ന് നോക്കട്ടെ എന്ന് തന്നെ ഹീറോ പറയുന്നുണ്ട്. ഇപ്പോഴാണ് മറ്റൊരു കാര്യം കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പരിഭ്രമത്തോടെ എഴുന്നേറ്റ് പോകുന്ന വഴിക്ക് നമ്മുടെ ഹീറോയിനാവട്ടെ അവളുടെ ID കാർഡ് ആ റൂമിൽ ഉപേക്ഷിച്ചു പോയിരുന്നു. ആ കാർഡ് കെന്നിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഈ പെൺകുട്ടി ആരാണെന്നും അവളുടെ മറ്റ് ഇൻഫോർമേഷൻസ് ഒക്കെ അന്വേഷിച്ചറിയണമെന്ന് തന്നെ ആവശ്യപ്പെടുന്നു. ബോസ്, അപ്പോൾ നിങ്ങൾ നൈറ്റ് ഈ പെൺകുട്ടിയോടൊപ്പമാണോ ഉണ്ടായിരുന്നതെന്ന് കളിയാക്കിക്കൊണ്ട് തന്നെ കെന്നി അവനോട് ചോദിക്കുന്നു. എന്നാൽ ഹീറോ ദേഷ്യത്തോടെ നോക്കിയതും കെന്നി സൈലന്റ് ആവുന്നുണ്ട്. ഹീറോയിൻ ഇതേ സമയമായിരുന്നു അവളുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്.
അവളുടെ ആന്റിയും മകളും എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു. എന്താണ് സംസാരിക്കുന്നതെന്ന് ഹീറോയിൻ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നുണ്ട്. ഈ കണ്ട സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലേക്കാണ് പോകാൻ പോകുന്നത്. അത് തടയണമെന്നുണ്ടെങ്കിൽ അവളെ എങ്ങനെയും ഒഴിവാക്കിയേ മതിയാവൂന്ന് തന്നെ ആ പെൺകുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇന്നലെ തന്നെ അവളുടെ ശല്യം ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്റെ ഫ്രണ്ട്സും അവളോടൊപ്പം ഒരുമിച്ച് പോയിരുന്നാണ് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചത്. അവൾക്ക് ഞങ്ങൾ ഡ്രഗ്സ് കലർത്തി നൽകിയായിരുന്നു. ഒരാളെയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ തന്നെ ആ വീഡിയോ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. നല്ല രീതിയിൽ ആരെയും വിവാഹം കഴിക്കാതിരുന്നാൽ തീർച്ചയായും അവൾക്ക് ഈ സ്വത്ത് ലഭിക്കില്ല. മുത്തശ്ശൻ അങ്ങനെയല്ലായിരുന്നോ വിൽപത്രം എഴുതി വെച്ചിരിക്കുന്നത്? എന്തായാലും ഇങ്ങനെയൊരു സംഭവം നടന്നതുകൊണ്ട് ആരും അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ സ്വത്തുക്കളൊന്നും അവൾക്ക് പോകില്ല എന്ന് പറഞ്ഞ് മകളും അമ്മയും സന്തോഷപ്പെടുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന ഹീറോയിനാവട്ടെ കസിന്റെ കരണത്തൊരടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നുണ്ട്. ഹീറോയിനാവട്ടെ അത്ര പാവപ്പെട്ട പെൺകുട്ടിയൊന്നുമല്ല, അയൺ ലേഡി എന്ന് വേണമെങ്കിൽ പറയാം. ഹീറോയിനാവട്ടെ അവളുടെ ദേഹത്തേക്ക് കയറിയിരുന്നാണ് അവളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ആന്റി അവളെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവരെ കൊണ്ട് അതിന് സാധിച്ചിരുന്നില്ല. കറക്റ്റായി ഈ സമയത്ത് തന്നെ ഹീറോയിന്റെ അങ്കിൾ അവിടേക്ക് വരുന്നുണ്ട്. അവളുടെ അങ്കിൾ ആവട്ടെ അമ്മയുടെ സഹോദരനാണ്. അയാളുടെ മകളാവട്ടെ ഇവളെന്നെ അവിടെ ഇടിച്ചു എന്നും ഇവിടെ ഇടിച്ചു എന്നും പറഞ്ഞ് പരാതിപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോയിൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇവർ രണ്ടുപേരും എന്താ ചെയ്തെന്നറിയാമോ? എന്റെ ജീവിതം നശിപ്പിക്കാനായി ശ്രമിച്ചു. എന്തായാലും അവരുടെ പദ്ധതികളൊക്കെ വിഫലമായി. ഞാനതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അമ്മയും മകളും സംസാരിച്ചതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് അവളാവട്ടെ അവളുടെ അങ്കിളിനെ കേൾപ്പിക്കുന്നുണ്ട്. തുടർന്ന് അങ്കിളാവട്ടെ അയാളുടെ വൈഫിനെയും അതുപോലെ മകളെയും ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. പിന്നീട് ആ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കില്ല എന്നും ഹീറോയിൻ അവളുടെ അങ്കിളിനോട് വ്യക്തമാക്കുന്നുണ്ട്. നിന്റെ അച്ഛനും അമ്മയും മരിച്ചു പോകുന്നതിന് മുമ്പ് എന്നെ വിശ്വസിച്ചാണ് നിന്നെ അവരെ ഏൽപ്പിച്ചിരുന്നത്. ഇവർ രണ്ടുപേരെയും നീ ഇനി നോക്കേണ്ട കാര്യമില്ല. ഈ വീട്ടിൽ തന്നെ നീ താമസിക്കണമെന്നും ഇനി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല എന്നും അയാൾ ഉറപ്പ് നൽകുന്നുണ്ട്. അതൊന്നും വേണ്ട അങ്കിൾ, ഇനി മാറി താമസിക്കാനുള്ള പ്രായമൊക്കെ ആയല്ലോ. ഇനി ഇവിടെ ജീവിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല, വിശ്വാസവുമില്ല. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിൻ അവളുടെ സാധനങ്ങളുമായി അവിടം വിട്ടു പോകുന്നു. ഇതേസമയം കെന്നി അവിടെ ഒരു പയ്യനെ അടിച്ച് ഹീറോയുടെ മുൻപിലേക്ക് കൊണ്ടുവന്നിടുന്നുണ്ട്. ആരാണിതെന്ന് വെച്ചാൽ നൈറ്റ് ഹീറോയിന് ഡ്രഗ് കലർത്തി കൊടുത്തിരുന്നത് ഈ പയ്യനായിരുന്നു. ഹീറോയിനെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ കസിൻ തന്നെയാണ് ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചെന്നും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കെന്നി ആവട്ടെ ഈ വിവരങ്ങളെല്ലാം ഹീറോ എടുത്ത് പങ്കുവെക്കുന്നുണ്ട്. ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിയോട് ഈ ഒരു തരത്തിൽ പെരുമാറാൻ അവൻ ശ്രമിക്കരുത്, ആ രീതിയിലാക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെ ദേഷ്യത്തോടെ ഹീറോ അവിടം വിട്ടു പോകുന്നു. ആ ഒരു ദിവസത്തിന് ശേഷം ഹീറോയ്ക്കാവട്ടെ ഹീറോയിന്റെ മേലിൽ ഭയങ്കരമായ പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, നാക്കില്ല, പ്രായമില്ല എന്ന് പറയുന്ന പോലെ ഹീറോയ്ക്കാണെങ്കിൽ ഹീറോയിന്റെ മേലിൽ ഇഷ്ടം തോന്നിയിരിക്കുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ പോലും അറിയാതെ ഹീറോ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അവൾ കോളേജിൽ പോകുമ്പോൾ കാണാനായി അവിടെ പോവുകയും തുടർന്ന് അവൾ ലിയൂച്ചിൻ എന്ന് പറയുന്ന ചൈനീസ് ഇൻസ്ട്രുമെന്റോ മറ്റോ ആണ്, അത് പഠിക്കാൻ പോകുമ്പോൾ അവളെ കാണാനായി അവിടെ പോവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവിടേക്ക് ഒരു മദ്യപിച്ചെത്തിയ യുവാവട്ടെ ഹീറോയിന്റെ അടുത്ത് നീ വായിച്ചുകൊണ്ടിരിക്കുന്ന പിയാനോ വളരെ നല്ലതാണെന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടതും ഹീറോയ്ക്ക് ഭയങ്കരമായി ദേഷ്യം തോന്നുന്നുണ്ട്. കെന്നി അവിടെ എന്താ പ്രശ്നമെന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വന്ന് തന്നെ ഹീറോ പറയുന്നുണ്ട്. എന്നെ നോക്കാൻ എനിക്ക് നന്നായി അറിയാമെന്ന മട്ടിൽ തന്നെ ഹീറോയിനാവട്ടെ അവനെ അടിച്ച് ശരിയാക്കുന്നുണ്ട്. ഇതും കൂടി കണ്ടപ്പോൾ ഹീറോയ്ക്ക് അവളുടെ മേലിലുള്ള ഇഷ്ടം കുറച്ചും കൂടി കൂടിയതേ ഉള്ളൂ. അവളാവട്ടെ അവനെ അടിച്ചിട്ട് അവിടെ വിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കെന്നി അവനെ വെറുതെ വിടില്ലല്ലോ. അവരുടെ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് അവനെ നന്നായി പെരുമാറുന്നുണ്ട്. പിന്നീട് കോളേജ് കഴിഞ്ഞ് ഹീറോയിൻ മടങ്ങി ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴിക്ക് തലചുറ്റൽ അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ബോധരഹിതയായി വീഴുന്നതിന് മുമ്പ് തന്നെ ഹീറോ ആവട്ടെ അവളെ വന്ന് താങ്ങി പിടിക്കുന്നുണ്ട്. അവിടെ നിന്ന് എടുത്തുകൊണ്ട് കാറിലേക്ക് പോവുകയും ചെയ്യുന്നു. കുറെ നേരമായി തന്നെ ഹീറോയുടെ ഷോൾഡറിൽ ചാരിയിരുന്ന ഹീറോയിൻ മയക്കമായിരുന്നു. അപ്പോഴേക്കും കെന്നി വന്ന് ചോദിക്കുന്നുണ്ട്, ബോസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഹോസ്പിറ്റലിൽ മറ്റും പോകണമോ എന്ന്. അതൊന്നും വേണ്ട, കുറച്ചു നേരത്തേക്ക് നീ സൈലന്റായി തന്നെ ഇരിക്കുന്ന ഹീറോ അവനോട് പറയുന്നു. എന്നാൽ ബോധം വന്ന കണ്ണു തുറന്നു നോക്കിയ ഹീറോയിനാവട്ടെ വല്ലാതെ ഭയന്നു പോകുന്നുണ്ട്. അയ്യോ നീയോ, നീ എന്തിനാണ് എന്നെ കാണാനായി ഇവിടേക്ക് വന്നത്, അങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ച് അവനോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നുണ്ട്. ഞാനല്ല, നീയാണ് എന്റെ കാറിന്റെ മുൻപിൽ വന്ന് ബോധം കെട്ട് വീണത്. കണ്ടപ്പോൾ പാവം തോന്നി, അറിയാവുന്ന പെൺകുട്ടിയല്ലേ എന്ന് കരുതി ഞാനാണ് നിന്നെ എന്റെ കാറിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയെന്നവൻ പറയുന്നുണ്ട്. ഉടനടി തന്നെ അവൾ താങ്ക്സ് പറയുന്നുണ്ട്. ഇപ്പോൾ നീ താങ്ക്സ് പറയുന്നു, അന്ന് ഞാൻ തന്നെയാണ് നിന്നെ രക്ഷിച്ചത്. പക്ഷെ ഒരു താങ്ക്സ് പോലും പറയാതെ, ഒരു വാക്ക് പോലും പറയാതെ നീ രാവിലെ തന്നെ എഴുന്നേറ്റ് പോയല്ലോ എന്നും പറഞ്ഞ് കളിയാക്കി ചോദിക്കുന്നുണ്ട്. ഇയാൾ എന്തിനാണ് ഇപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഓർമ്മിപ്പിക്കുന്നത്, അയാളുടെ വയസ്സ് എത്രയാണ്, എന്റെ വയസ്സ് എത്രയാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോയിനാവട്ടെ ഉള്ളിൽ അവനെ കണ്ണുപൊട്ട ചീത്ത പറയുന്നുണ്ട്. ദയവ് ചെയ്ത് ഈ കാര്യത്തിനെന്നല്ല യാതൊരു കാര്യത്തിനും തന്നെ തേടി വരരുത്. അന്ന് നടന്നത് ഒരു ആക്സിഡന്റ് മാത്രമാണ്, നിങ്ങൾ എന്നെ ശരിക്കും രക്ഷിച്ചു, അതിന് നന്ദിയുണ്ട്. പക്ഷേ തനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് ഈ വിഷയം ഇവിടെ വെച്ച് തന്നെ കളഞ്ഞേക്കോ എന്നവൾ പറയുന്നുണ്ട്. അപ്പോൾ നീ കാര്യമായിട്ട് തന്നെയാണോ മറക്കാനായി പറയുന്നത്, ആ ഒരു കാര്യത്തിനും തനിക്ക് യാതൊരു സംബന്ധവും ഇല്ലേ, കാഷ്വലായി നീ അങ്ങ് മറക്കാൻ പറയുന്നു. കാഷ്വലായി താനത് മറക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതെ, നിങ്ങളത് മറന്നേ മതിയാവൂ എന്നവൾ പറയുമ്പോൾ തന്നെ ശരി ഓക്കെ, എനിക്കെല്ലാം മനസ്സിലായി, ഇതെന്റെ കാർഡാണ്, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ ഹെൽപ്പ് ഉണ്ടെങ്കിലോ തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങി അവളാവട്ടെ അത് വേസ്റ്റ് ബിന്നിലേക്ക് കളയുന്നുണ്ട്. ഇത് കണ്ട ഹീറോയ്ക്ക് വല്ലാത്ത നാണക്കേട് അനുഭവപ്പെടുന്നു. ബോസ്, നിങ്ങളെ നാണം കെടുത്തുന്ന രീതിയിൽ ഒരു പെൺകുട്ടികൾ പോലും ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ഈ പെണ്ണ് നിങ്ങളെ ഇങ്ങനെ നാണം കെടുത്തിയല്ലോ, ദയവ് ചെയ്ത് അവളുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റരുതെന്ന് തന്നെ കെന്നി പറയുന്നുണ്ട്.
എന്നാൽ അതിന് ഹീറോ ആവട്ടെ അവൾക്ക് ഇത്രത്തോളം അഹന്തയുള്ളത് കൊണ്ട് തന്നെയാണ് തനിക്ക് അവളെ ഇഷ്ടമായി എന്നും പറയുന്നു. ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് ആവട്ടെ അവളെ തിരക്കി ഹോസ്റ്റലിന്റെ എൻട്രൻസിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തു പറ്റും നീ വീടൊക്കെ വിട്ടിട്ട് ഹോസ്റ്റലിലേക്ക് വന്നേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതേ എന്നവൾ പറയുന്നുണ്ടെങ്കിലും മറ്റൊന്നും തുടർന്ന് പറയാൻ അവൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്രത്തോളം പരിഭ്രമം അനുഭവപ്പെട്ടു. അവനോട് ഭയങ്കരമായ ദ്രോഹമാണല്ലോ ചെയ്തെന്നോർത്ത് അവൾ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അവനാവട്ടെ തൻ്റെ അച്ഛനോട് നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞുവെന്നും അവളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണെന്നും പറയുന്നു. തന്നോടൊപ്പം വരുമോ എന്നും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കൊണ്ട് വരാൻ സാധിക്കില്ല എന്നും കുറച്ച് ടൈമും കൂടി തരണമെന്നും അവൾ ആവശ്യപ്പെടുന്നുണ്ട്. ശരി, ഞാൻ ടൈം തരാം, ഒരുപാട് ടൈം എടുക്കരുതെന്ന് അവൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറയാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ തന്നെയായിരുന്നു ഹീറോയിൻ്റെ ബെസ്റ്റി അവിടേക്ക് വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ തന്നെ, അയ്യോ നീ എപ്പോഴാണ് ഹോസ്റ്റലിലേക്ക് വന്നത്? ഞാനിപ്പോൾ ഹോസ്റ്റലിലല്ല താമസിക്കുന്നത്. എൻ്റെ ബോയ് ഫ്രണ്ട് പുതിയ അപ്പാർട്ട്മെൻറ്റ് വാങ്ങി നൽകിയിരിക്കുകയാണ്, അവിടെയാണ് താമസിക്കുന്നത്. വളരെ നല്ല അപ്പാർട്ട്മെൻ്റ് ആണെന്ന് തന്നെ പറയുന്നു. ഇത് കേട്ടപ്പോൾ ഹീറോയിൻ്റെ ബോയ് ഫ്രണ്ടിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. താൻ പിടിക്കപ്പെടുമോ എന്ന് പോലും ആ യുവാവ് ഭയപ്പെട്ടു. അവനോട് കൂടുതൽ ഹീറോയിനെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചാർമിങ് ആവട്ടെ നമുക്ക് പുറത്തേക്കൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. പോകുമ്പോൾ തന്നെ ചാമിങ് ആവട്ടെ താൻ വിജയിച്ചു എന്ന ഭാവത്തിൽ തന്നെ അവനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഹീറോയിന് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്ന മട്ടിൽ തന്നെ അവൻ പറയുകയും ചെയ്യുന്നുണ്ട്. കെന്നി ആവട്ടെ നിങ്ങളുടെ മകൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ഫയൽ കൊണ്ടുവന്ന് ഹീറോയെ ഏൽപ്പിക്കുന്നുണ്ട്. ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ ഇരുവരും ഒരുപോലെ ഷോക്കാവുന്നുണ്ട്. എന്നിരുന്നാലും കെന്നിക്ക് ഒന്നും പുറത്തു പറയാൻ സാധിക്കില്ലല്ലോ. അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അച്ഛനും മകനും ഒരേ രക്തമല്ലെങ്കിൽ പോലും ഇരുവർക്കും ഒരേ ടേസ്റ്റ് തന്നെയാണ്, ഒരേ പെൺകുട്ടിയെ തന്നെയല്ലേ ഇരുവരും ലവ് ചെയ്യുന്നതെന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. ആജിങ് ആവട്ടെ ചാമിങ്ങിന് ഇതിനോടകം തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെയായിരുന്നു. എങ്ങനെയും ആജിങ്ങിൻ്റെ മൈൻഡ് മാറ്റണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോയിനെ ബ്രേക്കപ്പ് ചെയ്യണമെന്ന് അവൻ്റെ ചെവിയിൽ അവൾ ഓതിക്കൊണ്ടേയിരിക്കുമായിരുന്നു. ഇനി നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിന്നെ കാണാൻ ഞാൻ ഇവിടേക്ക് വരില്ല. അതുമാത്രമല്ല താനിന്ന് തൻ്റെ അച്ഛൻ്റെ മുൻപിൽ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് തന്നെ അവിടം വിട്ടവൻ ഇറങ്ങുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. എല്ലാം എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, തീർച്ചയായും തന്നെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നും അവളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നും അവൾ മനസ്സിൽ ദേഷ്യത്തോടെ ചിന്തിക്കുന്നുണ്ട്. അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനെന്നുള്ള വിവരം മറച്ചു വെച്ചുകൊണ്ട് തന്നെ അവനവിടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഹീറോയിനെ വിളിക്കുന്നുണ്ട്. അവിടെ ചെന്നതിന് ശേഷം മാത്രമാണ് അവളും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അവളുടെ പരിഭ്രാന്തി കണ്ടിട്ട് തന്നെ തൻ്റെ അച്ഛനൊരു പാവമാണെന്നും നീ പേടിക്കൊന്നും വേണ്ട, ദേഷ്യപ്പെടുത്തൊന്നുമില്ല, ആര് തന്നെയായാലും യാതൊരു കുഴപ്പവുമില്ല, തൻ്റെ ഇഷ്ടം മാത്രമേ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഹീറോയെക്കുറിച്ച് അവൻ പുകഴ്ത്തി പറയുന്നുണ്ട്. എന്തായാലും നമ്മളിവിടെ വന്നുപോയല്ലോ, ഇതിനു മുമ്പ് തന്നെ താനൊരു കാര്യം നിന്നോട് പറയണമെന്ന് തീരുമാനിച്ചിരുന്നതാണ്. ഡിന്നറിന് ശേഷം കുറച്ചു നേരം നീ എന്നോട് ടൈം സ്പെൻഡ് ചെയ്യണം, അപ്പോഴേക്കും എനിക്ക് എല്ലാ കാര്യങ്ങളും നിന്നോട് വ്യക്തമായി തുറന്നു പറയാൻ സാധിക്കുമെന്ന് അവൾ ചെറിയ വിഷമത്തോടെ തന്നെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോ അവിടെ എത്തുന്നുണ്ട്. അവളുടെ ബോയ് ഫ്രണ്ട് മുമ്പിൽ കയറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ മുഖം അവൾ വ്യക്തമായി കണ്ടിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവൻ്റെ പിന്നിൽ നിന്ന് വന്നിട്ട് ഹലോ അങ്കിൾ എന്നവൾ പറയുന്നുണ്ട്. പക്ഷെ അവനെ കണ്ട മാത്രയിൽ തന്നെ അവളുടെ ശബ്ദം നിലച്ചു പോകുന്നു. എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ തന്നെ മിഴിച്ചവൻ്റെ മുഖത്തേക്ക് തന്നെ ഹീറോയി നോക്കി നിൽക്കുന്നുണ്ട്. ഹീറോയ്ക്ക് അവളാണല്ലോ അവൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് അറിയാമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവൻ പ്രത്യേകിച്ച് സർപ്രൈസ്ഡ് ഒന്നും ആയില്ല. അവളുടെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്ന കണ്ടിട്ട് തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് പറയുന്നുണ്ട്, എൻ്റെ കാറിലാവട്ടെ ജാക്കറ്റ് ഇരിപ്പുണ്ട്, നിനക്ക് വല്ലാതെ തണുക്കുന്നു എന്ന് തോന്നുന്നു, അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവനവിടെ വിട്ട് പോകുന്നുണ്ട്. ഹീറോ ടീ ഒഴിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്, അങ്കിൾ എനിക്ക് കുറച്ചും കൂടി ടൈം അനുവദിക്കണം, ഞാൻ എല്ലാ കാര്യങ്ങളും അവനോട് പറയുന്നതായിരിക്കുമെന്ന്. എന്തോന്ന് അങ്കിളോ, ഇതിനു മുമ്പ് നീ എന്നെ അങ്കിളെന്ന് വിളിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ ഹീറോ കളിയാക്കി അവളോട് ചോദിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് നമ്മളുടെ ഇടയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒന്നും ഓർക്കാതെ തന്നെ നിങ്ങൾ മറന്നു കളയണം. എല്ലാ കാര്യത്തെപ്പറ്റിയും അവനോട് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്, അവനാണ് ഇത്രയും ധൃതിയിൽ ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തതെന്ന് അവൾ പറയുന്നുണ്ട്. അവനോട് നീ എന്താണ് പറയാൻ പോകുന്നത്? അവൻ്റെ അച്ഛനോടൊപ്പം തന്നെ നൈറ്റ് സ്റ്റേ ചെയ്തെന്ന് പറയാൻ പോവുകയാണോ എന്ന് ഹീറോ തുറന്നു ചോദിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും അവനോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞേ മതിയാവൂ. ഈ കാര്യമൊന്നും അവനോട് മറച്ചു വെക്കുന്നത് ശരിയല്ല. അവൻ എന്നെ സത്യസന്ധമായിട്ടാണ് സ്നേഹിക്കുന്നത്, അപ്പോൾ താനും അങ്ങനെ ആയിരിക്കണമെന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ ഉടനെ തന്നെ ഹീറോ പറയുന്നുണ്ട്, നീ അവനെ ബ്രേക്കപ്പ് ചെയ്യ്, അത് തന്നെയായിരിക്കും നിനക്ക് നല്ലതെന്ന്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് എന്താണ് റൈറ്റ്സ് ഉള്ളത്? ഞാനല്ലെങ്കിൽ അവനല്ലേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത്? അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം എങ്ങനെ എടുക്കാനാവും? ഞാൻ പറഞ്ഞത് നിനക്കൊരു അഡ്വൈസ് ആയിട്ട് മാത്രമാണ്, നിന്റെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിതൊക്കെ പറയുന്നതെന്നും അവൻ പറയുന്നുണ്ട്. തുടർന്ന് അവളുടെ ബോയ് ഫ്രണ്ട് അവിടേക്ക് വരുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോ ടോപ്പിക്ക് മാറ്റുന്നു. ഇവൾക്ക് തീരെ സുഖമില്ലെന്ന് തോന്നുന്നു, ഇപ്പോൾ വീട്ടിലേക്ക് പൊക്കോട്ടെ, പിന്നൊരു ദിവസം നമുക്കെല്ലാവരും കൂടി മീറ്റ് ചെയ്ത് സംസാരിക്കാമെന്ന് തന്നെ ഹീറോ വ്യക്തമാക്കുന്നു. ബോയ് ഫ്രണ്ട് ഒന്നും പറയാൻ സമ്മതിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ അവരുടെ സംസാരം ഇങ്ങനെ മുറിപ്പിക്കുന്നതിന് ഹീറോയിന് ചെറിയ ദേഷ്യം തോന്നിയിരുന്നു. അങ്ങനെ ഹോസ്റ്റലിലേക്ക് മടങ്ങാനേ അവൾ എഴുന്നേറ്റതാണെങ്കിലും കെന്നിയാവട്ടെ അവളെ കൂട്ടിക്കൊണ്ട് വിടാമെന്ന് പറയുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഹീറോയ്ക്കാവട്ടെ അവൻ്റെ മകനോട് സംസാരിക്കണമായിരുന്നു. അച്ഛാ, നിങ്ങൾക്ക് എൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഇഷ്ടപ്പെട്ടോ? അവളോട് സംസാരിച്ചോ? എങ്ങനെയുണ്ടെന്നൊക്കെ തുടരെ അവൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അതിന് ഹീറോ ആവട്ടെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്നുള്ളത് അത്ര വലിയ തെറ്റൊന്നുമല്ല, പക്ഷേ ഗേൾ ഫ്രണ്ട് ഇരിക്കുമ്പോൾ തന്നെ മറ്റ് പെൺകുട്ടികളുമായി ബന്ധം പുലർത്തുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. വെളിയിലുള്ള എല്ലാ കണക്ഷൻസും കട്ട് ചെയ്തിട്ട് നീ ഇവളെ മാത്രം ലവ് ചെയ്, അല്ലാന്നുണ്ടെങ്കിൽ ഇവളെ വേണ്ടെന്ന് വെച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ
നാട് ചുറ്റി ജോളിയായി നടന്നു. ലവ് എന്ന പേരിൽ ആരെയും പറ്റിക്കാൻ ശ്രമിക്കരുതെന്ന് തന്നെ അവൻ പറയുന്നുണ്ട്. സോറി അച്ഛ, ഈ പ്രായത്തിൽ ആൺകുട്ടികളെല്ലാം ഇങ്ങനെ പുറത്ത് ജോളിയായി ചുറ്റുന്നത് സാധാരണമല്ലേ? ഇതിത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് തന്നെ അവൻ ചോദിക്കുന്നുണ്ട്. നിന്നെക്കൊണ്ട് ഒരാൾ കൊടുത്ത പ്രോമിസ് സംരക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിലും, നിന്നെക്കൊണ്ട് ഒരാളോട് സത്യസന്ധമായി പെരുമാറാൻ സാധിച്ചില്ലെങ്കിൽ പോലും നീ ഒരു മനുഷ്യനെയല്ല. നല്ലൊരു മനുഷ്യനാവാത്ത നിന്നെ ഞാൻ എൻ്റെ മകനായി അംഗീകരിക്കുകയുമില്ല. എൻ്റെ സ്വത്തിൽ 1 രൂപ പോലും നിനക്ക് ലഭിക്കുകയില്ല എന്ന് ഹീറോ പറയുന്നുണ്ട്. തുടർന്ന് പരിഭ്രാന്തിയോടെ തന്നെ ആ യുവാവട്ടെ ഹീറോയിൻ്റെ ബെസ്റ്റിക്ക് കോൾ ചെയ്തിട്ട് ദയവ് ചെയ്ത് തനിക്ക് മെസ്സേജ് അയക്കരുതെന്നും കോൾ ചെയ്യരുതെന്നും കാണാൻ ശ്രമിക്കരുതെന്നും പറ്റുമെങ്കിൽ ഒരാഴ്ചക്കകം തന്നെ അപ്പാർട്ട്മെന്റിൽ നിന്നും ഇറങ്ങണമെന്നും അവൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇല്ലെങ്കിൽ നിനക്ക് തന്നെയാണ് പ്രശ്നമെന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് 3 ദിവസങ്ങൾക്ക് ശേഷവും തുടർച്ചയായ പെൺകുട്ടി അവനെ വിളിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഹീറോ അവനെ വിരട്ടിയതുകൊണ്ട് തന്നെ ഭയന്ന് അവളുടെ കോള് അവൻ അറ്റൻഡ് ചെയ്തിരുന്നില്ല. എങ്ങനെയെങ്കിലും വീണ്ടും അവനെ തൻ്റെ അരികിലേക്ക് തന്നെ മടക്കി എത്തിക്കണമെന്ന് കരുതി അവളാവട്ടെ ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. തുടർന്ന് ഹീറോയിനെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താനായി ശ്രമിക്കുന്നു. അച്ഛനെ ഭയന്ന മകനാവട്ടെ ഇതിനോടകം തന്നെ ഹീറോയിൻ്റെ അടുത്തെത്തി ഒരു റിങ്ങുമായി അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് പ്രോമിസ് തരാൻ പറ്റില്ല, നിന്നെ വിവാഹം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൽ എനിക്ക് കുറച്ചും കൂടി ടൈം നൽകണമെന്ന് പറയുമ്പോൾ തന്നെ അവന് ചെറിയ നാണക്കേട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, എത്ര യുഗങ്ങളായാലും നിനക്ക് വേണ്ടി തന്നെ താൻ വെയിറ്റ് ചെയ്യുമെന്ന് അവൻ പറയുന്നുണ്ട്. ചാർമിങ് വീണ്ടും അവളുടെ വീട്ടിലേക്ക് ചെല്ലാനായിട്ട് ഹീറോയിന് മെസ്സേജ് അയക്കുന്നത് കൊണ്ട് തന്നെ അവളവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ആജിങ് ആവട്ടെ അവളെ തടഞ്ഞിട്ട്, നീ പോകുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, ഈ റിങ് നീ തന്നെ കയ്യിൽ വെച്ചോ, നിന്റെ മറുപടിക്കായി ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന് തന്നെ പറയുന്നു. ചാർമിങ്ങിനെ കാണാൻ ഹീറോയിൻ എത്തിയപ്പോൾ അവളാവട്ടെ ഇതെന്റെ ബോയ് ഫ്രണ്ട് വാങ്ങിത്തന്ന അപ്പാർട്ട്മെന്റ് ആണ്, വളരെ നന്നായിട്ടില്ലേ, ഡേ ആൻഡ് നൈറ്റ് എന്നെ ചുറ്റിപ്പറ്റി അവൻ ഇവിടെ തന്നെ കാണും, വീട്ടിലേക്ക് പോലും പോകില്ല എന്നൊക്കെ പറഞ്ഞവൾ കഥ തട്ടി വിടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകളുണ്ടോ എന്ന അമ്പരപ്പിൽ തന്നെ ഹീറോയിനും അവളോട് സംസാരിക്കുന്നുണ്ട്. ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് അവിടെ വരണമെന്നായിരുന്നല്ലോ ചാർമിങ്ങിന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ അവൾക്കൊരു ബ്രേസ്ലെറ്റ് കൊടുത്തതിന് ശേഷം ഇരുവരും ഒരുമിച്ച് ചേർന്ന് ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ആവട്ടെ ചാർമിങ് ആജിങ്ങിന് സെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവന് മെസ്സേജ് അയക്കുന്നുണ്ട്, നീ തന്നെ ഇവിടേക്ക് വരുന്നോ അതോ നിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ട് അവൾ തന്നെ നിന്നെ കണ്ടുപിടിക്കണോ? ഇത് കണ്ടപ്പോൾ ഭയത്തോടെ തന്നെ അവൻ ചാർമിങ്ങിനെ വിളിച്ചിട്ട് വളരെയധികം ദേഷ്യത്തോടെ, ഞാനിപ്പോൾ തന്നെ അവിടെ എത്താം, പക്ഷേ അതിനു മുമ്പ് അവളെ എവിടെ നിന്ന് പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഹീറോ ആവട്ടെ ഇതെല്ലാം മുകളിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കെന്നി ആവട്ടെ അവൻ ഇതുവരെ ഇത് പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അവനെ കൊണ്ട് ഇത് പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സാധിക്കില്ലെന്ന് തനിക്ക് നല്ലവണ്ണം അറിയാം എന്ന് തന്നെ ഹീറോയും പറയുന്നുണ്ട്. തന്റെ ബോയ് ഫ്രണ്ട് വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് തന്നെ ചാർമിങ് അവളെ പറഞ്ഞയക്കുന്നുണ്ട്. എന്നാൽ അവൾ അവിടെ നിന്ന് പോകാതെ തന്നെ മറഞ്ഞു നിൽക്കുകയായിരുന്നു. അതേസമയമായിരുന്നു അവളുടെ ബോയ് ഫ്രണ്ടും അവിടേക്ക് കടന്നു വന്നത്. എന്തുകൊണ്ടാണ് അവളെങ്ങനെയെന്ന് വെച്ചാൽ അവൾക്ക് ഇതിനോടകം തന്നെ അവൻ്റെ മേലിൽ ഡൗട്ട് തോന്നിയിരുന്നു. കാരണം ആ അപ്പാർട്ട്മെന്റിൽ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അവൻ യൂസ് ചെയ്യുന്ന പോലത്തെ പെർഫ്യൂമും ക്രീമുകളും ബുക്സും എല്ലാം അവിടെ കാണാൻ ഇടയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് അവൻ്റെ മേലിൽ സംശയം തോന്നിയതും അവിടെ തന്നെ അവൾ നിന്നതും. ഇരുവരെയും കൈയോടെ പൊക്കാൻ തന്നെ ഹീറോയിൻ അകത്തേക്ക് പോകാൻ തുടങ്ങിയതാണെങ്കിൽ പോലും ഹീറോയിന്റെ കൈ പിടിച്ച് ഹീറോ നിർത്തുന്നുണ്ട്. നീ ഇപ്പോൾ ഉള്ളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതോടെ അവസാനിക്കും. ഇനി അതല്ല അവനെ നീ ലവ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പോവുകയാണെങ്കിൽ തീർച്ചയായും എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് ശരിയാക്കി തരാമെന്നും ഹീറോ കൂട്ടിച്ചേർക്കുന്നു. ഇങ്ങനെ ഒരു വൃത്തികെട്ടവനെ സ്നേഹിക്കണമെന്നൊരാവശ്യം തൻ്റെ ജീവിതത്തിലില്ല. ഞാൻ തന്നെ അകത്തേക്ക് പോയി എല്ലാ കാര്യങ്ങളും ഇതോടെ അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് തന്നെ ഹീറോയിൻ വ്യക്തമാക്കുന്നു. ഇത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. ഉടനടി തന്നെ കെന്നിയാവട്ടെ അവർ തനിച്ചാണ് ലോകത്തേക്ക് പോകുന്നത്, നമ്മൾ പോയി ഹെൽപ്പ് ചെയ്യേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൾക്ക് നമ്മുടെ ഹെൽപ്പിൻ്റെ യാതൊരു ആവശ്യവുമില്ല, അവൾ നമ്മളെക്കാട്ടിലും വലിയ പുള്ളിയാണെന്ന് തന്നെ ഹീറോ പറയുന്നുണ്ട്. ആജിങ് അവിടെ ചാമിങ്ങിനോട് വളരെയധികം ദേഷ്യത്തിലാണല്ലോ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. എന്നാൽ അവളുടെ അടുത്തെത്തിയപ്പോഴോ റൊമാൻസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഇരുവരും. ചെന്ന ഉടനെ തന്നെ ഹീറോയിൻ അവിടെ അതെല്ലാം ഫോട്ടോ എടുത്ത് വെക്കുകയും തുടർന്ന് ബ്രേക്കപ്പ് എന്നവനോട് പറയുകയും ചെയ്യുന്നുണ്ട്. നീ തെറ്റ് ചെയ്ത സ്ഥിതിക്ക് അതിന്റെ പ്രൂഫ് എന്തെങ്കിലും വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണെന്ന് അവൾ വ്യക്തമാക്കുന്നു. മോളെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇവളാണ് എന്നെ മയക്കാൻ ശ്രമിച്ചത്, ഇപ്പോഴും ഞാൻ നിന്നെ ജീവന തുല്യം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോയിൻ ചുമ്മാതിരിക്കത്തൊന്നുമില്ലല്ലോ, അവന്റെ കരണം നോക്കി ഒരു അടി കൊടുക്കുന്നുണ്ട്. ലവ് എന്നൊരു വാക്ക് നിന്റെ വായിൽ നിന്ന് വീണാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല, നിനക്ക് ആ വാക്ക് പറയാനുള്ള അർഹതയില്ല എന്ന് പറയുമ്പോൾ അവനവിടെ അവളോട് കെഞ്ചി തുടങ്ങുന്നുണ്ട്. ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അവൾക്ക് യാതൊരു വാല്യൂ ഞാൻ കൊടുത്തിട്ടില്ല, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, അവളുടെ അടുത്തുള്ളത് സ്നേഹമെന്നുള്ള യാതൊരു ഫീലിങ്സും എനിക്ക് അവളോട് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഫ്രണ്ടും കൂടി ചേർന്ന് തന്നെയാണല്ലോ തെറ്റൊക്കെ കാണിച്ചത്, അങ്ങനെ അവളെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഹീറോയിൻ ആവട്ടെ അവളുടെ കാരണത്ത് ഒരു അടി കൊടുക്കുന്നുണ്ട്. ഇരുവരും പരസ്പരം താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മാറി മാറി പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു ഹീറോയിൻ്റെ അടുത്ത്. ഹീറോയിനാണെങ്കിൽ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഉപേക്ഷിച്ച വേസ്റ്റുകളൊക്കെ പെറുക്കാൻ നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതുവനെ എനിക്ക് പ്രപ്പോസ് ചെയ്തപ്പോൾ തന്നെ റിങ് ആണ്, എനിക്കിപ്പോൾ ഇതും വേണ്ട ഇവനെയും വേണ്ട, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതും ഇവൻ ഒരു വേസ്റ്റ് ആണെന്ന് പറഞ്ഞു തന്നെ ആ റിങ് എടുത്തെറിഞ്ഞിട്ട് ചാമിങ്ങിൻ്റെ അടുത്ത്, വേസ്റ്റ് പെറുക്കാൻ നിനക്ക് ഇഷ്ടമല്ലേ, ഇത് നീ പെറുക്കിക്കോ എന്ന് പറയുന്നുണ്ട്. ഇനി എൻ്റെ പിന്നാലെ വരാനാണ് നിന്റെ ശ്രമമെങ്കിൽ തീർച്ചയായും റോഡാണെന്ന് നോക്കില്ല, ചെരുപ്പൂര് നിന്റെ കരണത്തടിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെ ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഹീറോ അവിടെ ഉണ്ടെന്നവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതുവരെയും
അയാൾ പോവാതെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ഹീറോയിൻ സംശയത്തോടെ വിചാരിക്കുന്നുണ്ട്. ഇതേസമയം കെന്നിയാവട്ടെ, മേഡം പെട്ടെന്ന് തന്നെ വാ, ബോസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ ഈ വിഷയത്തെ പറ്റിയെല്ലാം നിങ്ങൾക്കറിയാമായിരുന്നല്ലോ, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് തന്നോട് നിന്ന് തുറന്നു പറഞ്ഞില്ല എന്ന് ചോദിച്ച് ഹീറോയിൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഞാനല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത് അവനെ ബ്രേക്കപ്പ് ചെയ്യാൻ അവൻ നിനക്ക് സെറ്റ് ആവില്ല എന്ന്. ഓ, അപ്പൊ ഇത് ഉദ്ദേശിച്ച് തന്നെയാണോ നിങ്ങളെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതെ, ഇത് മീൻ ചെയ്ത് തന്നെയാണ് അന്നിങ്ങനെ പറഞ്ഞത്. അവനെയും ഞാൻ വാൺ ചെയ്തതാണ്, ഒന്നില്ലെങ്കിൽ നിന്നെ സ്നേഹിക്കൂ അല്ലെങ്കിൽ മറ്റേ പെൺകുട്ടിയെ തിരഞ്ഞെടുക്കൂ എന്ന്. എന്തു തന്നെയായാലും ഞാൻ നിനക്കുണ്ടായ മനപ്രയാസത്തിന് നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. അതുമാത്രമല്ല, ഈ വിഷയത്തിൽ താൻ എന്തെങ്കിലും ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി തുറന്നു പറഞ്ഞാൽ മതി, തീർച്ചയായും താൻ സഹായിക്കാമെന്ന് തന്നെ ഹീറോ വ്യക്തമാക്കുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മകനോട് പ്രതികാരം ചെയ്യണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. താൻ അനുഭവിച്ചിരുന്ന വേദന ഇഞ്ചിഞ്ചായി തന്നെ അവനും അറിയണമെന്ന് ഹീറോയെ പരിഹസിക്കുന്ന രീതിയിൽ തന്നെ അവള് പറയുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല അവള് ഹീറോയെ പരിഹസിച്ചത്, ആജിങ് ഹീറോയുടെ മകനാണല്ലോ. എന്താ നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് തന്നെ അവൾ എടുത്തു ചോദിക്കുന്നുണ്ട്. തീർച്ചയായും, നീ പറഞ്ഞ പോലെ അവനെ ഇഞ്ചിഞ്ചായി വേദനിപ്പിക്കാനായി തന്റെ പക്കലൊരു പദ്ധതി ഉണ്ടെന്ന് തന്നെ അവൻ പറയുന്നു. നീ എന്നെ വിവാഹം കഴിച്ചോ, വിവാഹം കഴിച്ചാൽ നീ എൻ്റെ വൈഫാവും, തുടർന്ന് അവൻ നിന്റെ മകനും ആവും. എൻ്റെ പേരിലുള്ള സർവ്വ സ്വത്തുകളും നിന്റെ പേരിൽ തന്നെ വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ തന്നെ അവനെക്കാട്ടിലും മേലിലൊരു സ്ഥാനം നിനക്ക് ലഭിക്കുകയും ഓരോരോ ആവശ്യങ്ങൾ നിന്നോട് തന്നെ അവൻ കെഞ്ചി ചോദിക്കുകയും വേണം. അവൻ നിന്റെ മുൻപിൽ ഓരോ പ്രാവശ്യവും തലകുനിച്ച് മാത്രമേ നിൽക്കൂ. ഇത് തന്നെയാണ് അവന് കൊടുക്കാനുള്ള ബെസ്റ്റ് റിവെഞ്ച് എന്ന് അവൻ പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഡ്രാമയുടെ ഫസ്റ്റ് പാർട്ട് അവസാനിച്ചിരിക്കുകയാണ്. ആജിങ്ങിനോടുള്ള റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഹീറോയെ വിവാഹം ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നെക്സ്റ്റ് പാർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് അനീറ്റ, ലിസ, ഇസ, അൻഷ, ഷഫ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടായിരുന്നെന്ന് എല്ലാവരും പറയുക. നെക്സ്റ്റ് പാർട്ടുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.